ബിനോയ് തുടരുക. നമ്മളോടൊപ്പം CPI നേതാവ് ആനി രാജ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ആനി രാജ, ഇപ്പോൾ മുകേഷിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ തുടരുന്നു. CPIയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. എങ്ങനെ വിശദീകരിക്കുന്നു ഈ ഒരു സാഹചര്യത്തെ? അല്ല, ഇതിന് കൂടുതൽ വിശദീകരണമൊന്നുമില്ല. ഞാൻ ഇന്നലെ ദേശീയമാള പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, ഒരു സിപിഐക്കാരൻ എന്ന നിലയിൽ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ഇതുമായി ബന്ധപ്പെട്ട ഈ സംസ്ഥാന സർക്കാർ വളരെ ഗൗരവത്തിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മേൽ സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫോം ചെയ്തത്. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോകുന്ന സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ഒരു MLA-ക്കെതിരായി ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് നടത്തേണ്ടത്. പവർ ആൻഡ് പൊസിഷനിൽ അദ്ദേഹം ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായ അന്വേഷണം അത് സത്യസന്ധവും നീതിപൂർവമായി നടക്കില്ല എന്നുള്ളത് ഉള്ള ഒരു സംശയം വരും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം MLA ആയി തുടരുന്നത് ഇത്തരം ഒരു കേസിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷവും MLA ആയി തുടരുന്നത് ശരിയല്ല. അതുകൊണ്ട് അദ്ദേഹം മാറി നിൽക്കണം. ശ്രീമതി ആനി രാജ, ഇപ്പോൾ ഒരു ഇടതുപക്ഷ MLA-ക്കെതിരെ ഒരു ഇടതുപക്ഷ സംഘടന തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്, അല്ലെങ്കിൽ പ്രതിഷേധം ഉയർത്തുന്നത്. അപ്പോൾ ഒരു ഭിന്നത രൂപപ്പെടുന്നില്ലേ എന്ന രീതിയിൽ ജനങ്ങൾക്കൊരു സംശയം തോന്നുന്നതിൽ അത്ഭുതമുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണമെല്ലാം ജനങ്ങൾ ഉന്നയിക്കില്ലേ? നിങ്ങള് വളരെ ഗൗരവമുള്ള ഒരു വിഷയം വഴിതിരിച്ചു വിടുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നിങ്ങൾ ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നത്. ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം, ഇത് കേരളത്തിൽ മാത്രമല്ല, ഈ രാജ്യത്ത് മാത്രമല്ല, ആഗോള തലത്തിൽ തന്നെ ഇന്ന് ചർച്ച ചെയ്യുകയും അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു വിഷയത്തിന് മേൽ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് ആ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നതിന് പകരം ഇതിനകത്ത് എവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാമോ എന്നുള്ള തരത്തിലുള്ള ഒരു ചോദ്യമാണത്. തൽക്കാലം ഞാൻ അതിന് മറുപടി പറയാൻ തയ്യാറല്ല. രജ, എന്തായാലും തീർച്ചയായും അതിനോട് പറയുന്നു. ഞാൻ ഒന്നും കൂടെ ഉറപ്പാകാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇടതുപക്ഷ സംഘടനയ്ക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ അനുനയ ഒരു നീക്കം, അല്ലെങ്കിൽ ഇതിന് കൃത്യമായ ആരോപണ വിധേയൻ മാത്രമാണ്. എന്തായാലും അത്തരത്തിലൊരു അന്വേഷണമെല്ലാം നടത്തിയിട്ടല്ലേ പ്രധാനമായിട്ടും നമ്മൾ അങ്ങനെ ഒരു രാജിയിലേക്കെല്ലാം നീങ്ങേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സംശയം ചോദിച്ചത്. താങ്കൾക്ക് അതിലൊരു അമർഷം തോന്നിയെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഈ വിഷയത്തിൽ നിന്നും മാറിക്കൊണ്ട് ഇടതുപക്ഷത്തിനകത്ത് എന്തോ വലിയ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നൊക്കെയുള്ളത് വരുത്തി തീർക്കുന്നതിന് ഇതായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്. ഇടതുപക്ഷത്തിനകത്ത് ഭിന്നത എന്നായിരിക്കും നിങ്ങൾ ഹെഡ്ലൈൻ കൊടുക്കാൻ പോകുന്നത്. അത് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഗൗരവമുള്ള ഒരു വിഷയമാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിന്മേലുള്ള എന്റെ നിലപാട്, ഇപ്പൊ അതിന്റെ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ കുറിച്ച്, ആ ഇൻഡിവിജ്വൽ സംസ്ഥാനത്ത് MLA ആയിരിക്കുന്നു, ആ MLA ഭരണപക്ഷത്തിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു MLA എതിരായി ഒരു കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പറയുന്നത് അദ്ദേഹം ആ പദവിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടെന്ന് പറയുന്നത് അത് സ്ത്രീപക്ഷ നിലപാട് തന്നെയാണ്. അതിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഭിന്നതയും ഇല്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക.